ഹലോ കൂട്ടുകാരെ, പാത്തൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ കെട്ടിയോനോ, മറ്റേത് എൻ്റെ മോനോ. ഇന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി ഫുഡ് വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി നല്ല പെടയ്ക്കുന്ന മീൻ എവിടെ നിന്ന് കിട്ടുമെന്ന് തപ്പാം. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് മീൻ വാങ്ങുന്നേ, കെട്ടിയോനെ വിട്ടാ പോരേന്ന്. മീൻ വാങ്ങാൻ പറഞ്ഞാൽ വല്ല പച്ചക്കറിയും വാങ്ങി വരും. അത്രയ്ക്ക് ഓർമ്മശക്തി അങ്ങേർക്കുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ പോന്നത്. എന്റെ മീൻ കൊണ്ടോടല്ലേ, അയ്യോ അയ്യോ ദൈവമേ. കുറച്ചു നേരം ഇവിടെ ഒളിക്കാം. തെണ്ടിപ്പോയിട്ട് ഇവിടെ നിറങ്ങാം. നാറി ഒരു മീനിന് വേണ്ടി കട ഇട്ടെറിഞ്ഞ് എന്റെ പിന്നാലെ ഓടി വന്നേക്കുവാ. മീൻ ഇവിടെ ഇട്ട് വെക്കാം. അവരെ പുറത്തോട്ട് വിളിച്ച് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. പാവം കെട്ടിയോൻ നല്ല ഉറക്കവാ. അല്ല, എന്റെ മോൻ എവിടെ? എണീക്കടാ, എന്റെ മോൻ എവിടെ? അവൻ ഇതുവരെ എന്റെ കൂടെ കിടന്നതാ. മോനെ! പോലീസേ! 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 ആരാ ആരാ? എന്റെ മോനെ കാണാനില്ല പോലീസേ. ഞങ്ങൾ ഇവിടെ ഒരു ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കല്ലേ, ഇങ്ങനെയാണോ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്? മോനെ കാണാതായ ടെൻഷനിൽ ഞാൻ ശ്രദ്ധിച്ചില്ല പോലീസേ. എന്റെ മോനെ കണ്ടുപിടിച്ചതാ പോലീസേ. നിങ്ങൾ ആദ്യം ഈ പോലീസേ പോലീസേ എന്നുള്ള വിളി നിർത്തൂ. എന്നിട്ട് ശാന്തമായി പറയൂ, കുട്ടി വീട്ടിലില്ലെന്ന് എപ്പോഴാ ശ്രദ്ധിച്ചത്? ഞാൻ എന്റെ മോനും കെട്ടിയോനും വേണ്ടി മാർക്കറ്റിൽ മീൻ കക്കാൻ പോയതായിരുന്നു. എന്നിട്ട് മീൻ കിട്ടിയോ? കിട്ടി. അടിപൊളി. ഏതാ മീൻ? ഒരയല. മീനും കൊണ്ട് തിരിച്ചു വന്നു നോക്കിയപ്പോ കെട്ടിയോൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. കിഴങ്ങൻ. മോൻ അവിടെ ഉണ്ടായിരുന്നില്ല. നോക്കൂ, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ കെട്ടിയോൻ ഇപ്പൊ നിങ്ങളെയും കുട്ടിയെയും കാണാതെ വീട്ടിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് എന്നെയും കൂടെ കരയിപ്പിക്കാതെ. അവനെ കണ്ടുപിടിച്ചിട്ടല്ലാതെ എനിക്കിനി റെസ്റ്റ് ഇല്ല. ഇതെന്റെ വാക്ക്. വാക്കാണ് വലിയ സത്യം. താത്ത, ഒന്നും പേടിക്കണ്ട, ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ. ഇത് ഞാൻ അന്വേഷിക്കാം. ഹലോ, അതെ, പോലീസ് സ്റ്റേഷനാണ്. എന്ത്? എപ്പോ? എങ്ങനെ? എന്താണോ സാറേ? സാർ ഇത് കേട്ടാ ഞെട്ടി എണീറ്റ് ഓടും സാറേ. എന്ത്? എപ്പോ? എങ്ങനെ? അയ്യോ, എന്താ പോലീസേ? എന്താ, എന്റെ മോനെ കിട്ടിയോ? നമ്മുടെ രമേശൻ മരിച്ചു. ഏത് രമേശൻ? അയ്യോ, രമേശനെ അറിഞ്ഞൂടെ? മാർക്കറ്റിൽ ഫ്രഷ് മീൻ വിൽക്കുന്ന രമേശൻ. ഇങ്ങേരുടെ ഈ തടി കണ്ടോ? രമേശന്റെ മീനാ. നല്ല മീനായിരുന്നു മൂപ്പരേത്. എന്നും ഡ്യൂട്ടിക്ക് വരുമ്പം ഇന്നാടാ മുണങ്ങ് എന്നും പറഞ്ഞ് 2 മത്തി തരും. രാവിലെ തന്നെ വായയും പൊളിച്ചിവിടെ വന്നു നിന്നോളും. എന്നാ കൊണ്ടുപോയി മുണങ്ങ്. എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ അവിടുന്ന് തന്നെ മീൻ കക്കുകയും ചെയ്യും. രമേശ് മാമ, I miss you. സാറേ, ഇങ്ങനെ നാമം ജപിച്ചിരുന്ന മതിയോ? നമുക്ക് മരണ വീട് വരെ ഒന്ന് പോയി നോക്കണ്ടേ? എന്റെ മോന്റെ കാര്യം. നിങ്ങളുടെ മോന്റെ കാര്യം. താത്താന്റെ പേരെന്താണ് പറഞ്ഞേ? പാത്തു. സ്നേഹമുള്ളവർ പാത്തു മോളെ, പാത്തൂസേന്നൊക്കെ വിളിക്കും. അപ്പൊ പാത്തു താത്ത, നമുക്ക് നേരെ രമേശ് മാമന്റെ വീട്ടിൽ പോവാം. അവിടുന്ന് മീനും അടിച്ചു മാറ്റി നേരെ വീട്ടിലേക്ക് പോവാം. ഡോ, വണ്ടി എടുക്ക്, ഇപ്പൊ തന്നെ ഇറങ്ങാം. അല്ലെ വേറെ ഏതേലും തെണ്ടികൾ മീൻ അടിച്ചോണ്ട് പോകും.
സാറേ അത് വേണോ സാറേ? ഇതൊരു ലഹളയാക്കണോ? ഇപ്പൊ എടുത്തില്ലേ പിന്നെ എപ്പോ എടുക്കാനാ? അപ്പൊ പോവല്ലേ സാറേ? എടുക്കടോ കോപ്പ്. ഓ വണ്ടി കയറിയപ്പോ തെണ്ടിക്ക് ജാടാ. സാറേ നമുക്ക് രമേശ് ചേട്ടന്റെ ബോഡി ഇതിൽ കയറ്റി അങ്ങാടിയിലൂടെ 2 റൗണ്ട് അടിച്ചാലോ? ഞാൻ ആ കാര്യം ഒന്ന് ആലോചിക്കട്ടെ. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, മീനാരും കൊണ്ടുപോവില്ല. എടുത്തവന്റെ കൊരവള്ളിക്ക് പിടിച്ച് നമുക്ക് തുപ്പിക്കാം. ഞാൻ ഈ മൊണ്ണയോട് ചോദിച്ചതാ, ഈ ആക്രി വണ്ടി എടുക്കണോന്ന് വരും. അപ്പൊ ഇങ്ങേർക്ക് എവിടെന്നാ അഹങ്കാരം, വണ്ടിയിലേ പോവും. ഞാൻ നിന്റെ സീനിയറാണ്. വല്ലാണ്ട് കിടന്ന് തുള്ളിയാ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. തേങ്ങാക്കൊല തൊപ്പിയൊക്കെ ആദ്യത്തെ ഇടിക്ക് തന്നെ പാറിപ്പോയി. സാറിനറിയോ, എന്റെ പിള്ളേർക്ക് ഓടിച്ചു പഠിക്കാൻ പറ്റിയ വണ്ടിയായിരുന്നു. തുടങ്ങി. ഇത് പോലീസ് വണ്ടിയാണ്, അല്ലാതെ നിന്റെ പിള്ളേർക്ക് മുള്ളാനും ഓടിച്ചു പഠിക്കാനും വെച്ച കളിപ്പാട്ടമല്ല. എന്നിട്ട് ഇന്നലെ രാത്രി സാറ് വണ്ടി കയറിയിരുന്ന് മുള്ളുന്നേ ഞാൻ കണ്ടല്ലോ. യു ആർ സസ്പെൻഡഡ്. സാറേ, നിങ്ങൾ ഇങ്ങനെ മൂത്രക്കഥയും പറഞ്ഞിരിക്കാതെ എന്റെ മോനെ ഒന്ന് കണ്ടുപിടിച്ചതാ. ഞങ്ങൾ അത് തന്നെ അന്വേഷിക്കുന്നേ. ഇക്കാലത്തെ കുട്ടികൾ മീനിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഒരു മീൻ കഷ്ണം കിട്ടിയാൽ മതി, പിള്ളേർ അതിൻ്റെ കൂടെ പോകും. എൻ്റെ ബലമായ സംശയം കുട്ടി ഇപ്പം രമേശ് മാമൻ്റെ വീട്ടിലുണ്ടാവും. നമുക്ക് പെട്ടെന്ന് രമേശൻ്റെ വീട് പിടിക്കാം. അവിടെ കുട്ടിയില്ലേ ബാക്കിയുള്ള മീനും എടുത്ത് നമുക്ക് നേരെ താത്താൻ്റെ വീട്ടിലേക്ക് പോവാം. രമേശിന്റെ വീട്ടിൽ പോയി എല്ലാ മീനും കൂടെ വിഴുങ്ങാനുള്ള പ്ലാനാ. നമുക്കെന്നാ അങ്ങോട്ട് പോവല്ലേ? സോറി സർ, ഐ ആം സസ്പെൻഡഡ്. യു അപ്പോയിന്റ്. നടക്കടോ. താത്ത, വണ്ടിക്കും സാറിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സാർ ആദ്യമായി മുള്ളാൻ പഠിച്ചത് ഈ വണ്ടിയിലാ. അതൊക്കെ ഒരു കാലം. സാറേ, അങ്ങേരുടെ കയ്യിലെ മീൻ ഏതാ? അറിഞ്ഞൂടടോ, പക്ഷെ നല്ല മുന്തിയനം മീന. സാറേ, നാട്ടിലെ കണ്ണാപ്പി ടീംസ് എല്ലാം നേരത്തെ വന്നിട്ടുണ്ട്. പോടാ നുണച്ചി കഥ. നീ വേണേ വിശ്വസിച്ച മതിയടാ. ശരിയാ മച്ചു, ഒരു മീനിന് 10 തല. ഈ നാറുകളെയൊക്കെ ആരാ മരണം വിളിച്ചേ? എന്തെങ്കിലും കേൾക്കാൻ കാത്തു നിൽക്കാ ഓടിയെത്താൻ. ഇതൊരു മരണ വീടായി പോയി, അല്ലെ എല്ലാത്തിനും ചവിട്ടി ഇറക്കിയാനെ. മച്ചമ്പി, ഇന്നത്തെ ദിവസം കൊള്ളാലോ. ഇന്നൊരു എന്റർടൈൻമെന്റിനുള്ള വക ഞാൻ കാണുന്നുണ്ട്. പൂച്ചസാറും കണ്ണാപ്പി ടീംസും എല്ലാം വന്നിട്ടുണ്ട്. ഓടിച്ചെന്ന് എല്ലാത്തിന്റെയും പണ്ടം കടിച്ചും വലിച്ചും കീറിയാലോ. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അവന്മാരെല്ലാരും കൂടെ നമ്മുടെ ആധാരം വരെ മാന്തി വെച്ചു പോകും. എനിക്കാണ് ഓടിച്ചിട്ട് കടിക്കാഞ്ഞിട്ട് പല്ല് ധരിക്കുന്നു. കണ്ണാ, നീ ഓടിച്ചെന്ന് ബാബുമോനെ വിളിച്ചോണ്ട് വാ. അവൻ വന്നാലേ ഇതൊക്കെ തീരുമാനമാകാൻ പറ്റും. ഓക്കെ സർ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ നായിന്റെ മോൻ. എന്റെ മോൻ ഇവിടെ ഉണ്ടാവുമായിരിക്കുമല്ലേ? ഞാൻ രാവിലെ മുതൽ അവനെയും തെരഞ്ഞു നടക്ക. അവനില്ലാതെ എനിക്ക് പറ്റില്ല സാറേ. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇങ്ങനെ ഇമോഷണൽ ആവാതെ. നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒന്നടങ്ങേടോ. രമേശന്റെ ബോഡി ഇപ്പൊ എത്തും. അത് കാണാനെല്ലാം കൂടെ പുറത്തേക്ക് ഓടുന്ന സമയം നോക്കി വീട്ടിൽ കയറി അരിച്ചു പെറുക്കാം. രമേശന്റെ ബോഡി വന്നേ. ഇതെന്താ ഒരുമാതിരി ബോഡി കാണാത്ത പിള്ളേരെ പോലെ. സാറേ, രമേശൻ വന്നു. നമുക്കൊന്ന് പോയി കാണണ്ടേ? ഡെഡ് ബോഡി അല്ലേ, എങ്ങും ഓടിപ്പോവില്ല. നമുക്ക് ഉള്ളിൽ പോയി നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം. അതെ സാറേ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. നിന്ന് നാണിക്കാതെ നടക്കടോ. അവന്മാര് വരുന്നതിന് മുന്നേ മൊത്തം അരിച്ചു പെറുക്കി അടിച്ചുകൊണ്ട് പോണം. ഒരു മീനിന് 10 തലയോ? നിന്റെ അപ്പം കൊണ്ട് വെച്ചിട്ടുണ്ടോ 10 തല? എന്റെ അപ്പനെ പറയുന്നോടാ പന്ന പൂച്ചാണ്ടി പോനെ. മച്ചാനെ, കോളനി ഇളകിയെന്നാ തോന്നുന്നേ. കണ്ണാപ്പികൾ തമ്മിൽ അടി തുടങ്ങി. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണടാ. അതിന് ഞാൻ എന്ത് വേണോടാ, മുണ്ട് പൊക്കി ഓടണോ? മച്ചമ്പി, ഇവന്മാരിതെന്താ കാണിച്ചു കൂട്ടുന്നേ? മണ്ണി കിടന്ന് ഉരുണ്ട് കളിക്കുന്നോ? നിന്റെ കോപ്പിലെ നുണച്ചിക്കഥ പെറ്റി ഞാൻ കീറുണ്ടാ മതി. നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ കഞ്ഞിമാസത്തിൽ നമ്മളെല്ലാരും കൂടെ ഒരു ഇറച്ചിക്ക് തമ്മിൽ തല്ലുണ്ടാക്കിയത്? മറക്കാൻ പറ്റോ? അതൊക്കെയാ തല്ല്. അടുത്ത കഞ്ഞിമാസം ഇങ്ങെത്താറായി. ആണോ? ഇത്തവണ്ണത്തെ തല്ല് ഞാൻ പൊളിക്കും. ത്രില്ലായി. ഡാ, അവന്മാര് തല്ലുന്നേ കണ്ടിട്ട് കൊതിയാവുന്നു. നമുക്കും തല്ലു തുടങ്ങിയാലോ? നീ ഏതാ കഷണ്ടി തലയാ? ഡാ, നീ പോയി അടുക്കള മൊത്തം അരിച്ചു പെറുക്ക്. താത്ത പോയി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നോക്കി വെച്ചുമ്പാ.
പാവം താത്ത കരഞ്ഞോണ്ടാ ഓടുന്നത്. മോൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. ഇവന്മാര് തമ്മിൽ തല്ലിച്ചാവോ? ആർക്കറിയാം. ബാബുമോനെയും കാണുന്നില്ല, ബാബുമോനെ വിളിക്കാൻ പോയവനെയും കാണുന്നില്ല. എടാ ബാബുമോൻ വരുന്നുണ്ടടാ. ഇനി ഇവിടെ കടിയുടെ പൊടി മാറും. എന്താടാ പിള്ളേരെ? എന്താ പ്രശ്നം? ബാബുമോനെ, പ്രശ്നം വളരെ ഗുരുതരമാണ്. പൂച്ചകളെല്ലാം കൂടി നമ്മുടെ ഏരിയയിൽ വന്ന് കളി തുടങ്ങി. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? എല്ലാത്തിനും കടിച്ചു ഓടിക്കണ്ടേ? അത് പിന്നെ ബാബുമോൻ വരാതെ എങ്ങനെയാ? നിങ്ങൾക്ക് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എല്ലാത്തിനെയും കടിച്ചു ഓടിക്കും. ബാബുമോൻ, അമ്മേ, നല്ല അവിഞ്ഞ മീൻകറി ഡാ, ഓടിവാ. കിട്ടിയോ? കിട്ടിയോ? എന്താ സാറേ, മോനെ കിട്ടിയോ? അയ്യയ്യയ്യ, ഇത് നമ്മുടെ ഷുക്കൂറല്ലേ? പാവം, ഉള്ള മീനൊക്കെ അടിച്ചു കയറ്റി പെരുമ്പാമ്പേരെ വിഴുങ്ങിയ പോലെ കിടക്കാം. ഈ കാട്ടുപന്നി തന്നെ അപ്പൊ രമേശൻ വിൽക്കാൻ വെച്ച മീനൊക്കെ തിന്ന് തീർത്തേ. എന്താടോ നിന്റെ മുഖത്ത്? കസ്തൂരി മഞ്ഞളാ സാറേ. അത് മുഖത്തല്ല തെക്കേണ്ടത്, ഇതെന്താ ചുണ്ടിലേ? കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ സാറേ, അതാ ചുണ്ടി മാത്രം തേച്ചേ. ഡോ, ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസറാണ്. ഇനി അങ്ങനെ എന്ത് കിട്ടിയാലും എനിക്ക് തേക്കാൻ തരണം. അമ്മേ, മോനെ, ഡാ മോനെ, സാറേ, ഡാ, എണീക്കടാ പട്ടൈ. പ്രസന്റ് സർ. സാറേ, ആ പട്ടി എന്ന് നീട്ടിയുള്ള ആ വിളി സൂപ്പർ. സാറിന് ഞാനൊരു 10 പോയിന്റ് തന്നിരിക്കുന്നു. താങ്ക് യു. ശുഭദിനം സാറന്മാരെ. രമേശനെ കാണാൻ വന്നതാവുമല്ലേ? അല്ല, രമേശൻ വിൽക്കാൻ വെച്ച ബാക്കി മീനൊക്കെ എന്തായെന്ന് അറിയാൻ വന്നതാ. എവിടാ ബാക്കി മീനൊക്കെ? അതിന് രമേശൻ മീൻ കച്ചവടമൊക്കെ മൊത്തം നഷ്ടത്തിലായി. അവസാനം എല്ലാം നിർത്തിയില്ലേ? പാവം, കച്ചവടം നഷ്ടത്തിലായ സങ്കടത്തിലാ മരിച്ചേ. ഷോത്തും മാത്രം. മാങ്ങാത്തൊലി. എടോ, ഇത് കൂടോത്രമാണ്. എന്നിട്ട് കുണ്ടോത്രം എന്നാണല്ലോ സാറേ എഴുതി വെച്ചേക്കുന്നേ. എന്റെ മോനെ മാത്രം കിട്ടിയില്ല സാറേ, പകരം രമേശന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നും കിട്ടിയതാ സാറേ. സാറേ, മിനിയാന്നൊരു പട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ രമേശന്റെ കച്ചവടം വർദ്ധിപ്പിക്കാൻ മന്ത്രി ചൂതിയ ഒരു സാധനം വെക്കാനാന്ന് പറഞ്ഞു. എന്നിട്ട് താനെന്ത് ചെയ്തു? ഞാൻ അപ്പം തന്നെ ഇവന്റെ പ്രാർത്ഥന സഫലമാവട്ടെ എന്നും പറഞ്ഞ് എന്തേ വക കുറച്ച് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി അവന് രമേശന്റെ റൂം കാണിച്ചു കൊടുത്തു. സാറേ, ഇവനെ നമുക്കങ്ങ് തല്ലിക്കൊന്നാലോ? നീ അവന്റെ തടി കണ്ടോ? അത്ര പെട്ടെന്നൊന്നും ചാവില്ല ആ പന്നി. താത്ത, വിരോധമില്ലെങ്കിൽ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കോ. അയ്യയ്യേ, ഉണക്ക മീനും ഉണക്ക മുളകും, ദാരിദ്ര്യം പിടിച്ചവൻ. സാറേ, ഞാൻ രാവിലെ ഇറങ്ങിയതാ എന്റെ മോനെ തെരഞ്ഞ്. ഇതിപ്പോ എപ്പിസോഡ് 6 നിങ്ങൾ ഈ മീനിന്റെ പിന്നാലെ പോകുന്നല്ലാതെ ഇതുവരെ എന്റെ മോനെ തെരഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു. ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചു പോവുമായിരുന്നു. സാരമില്ല സാറേ, പോയത് എന്റെ മോനല്ലേ. സങ്കടം എനിക്ക് മാത്രം ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിച്ചോളാം. ആരും അതിന് ബുദ്ധിമുട്ടണ്ട. പോയി വരാ സാറേ. പാത്തൂസേ, തിരിച്ചൊന്ന് ഇഷ്ടമാണെന്ന് പറയാൻ എത്ര ദിവസം ഞാൻ ഇനി പിന്നാലെ നടക്കണം? വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പൊ കുറച്ചു കാലം പിന്നാലെ നടന്നോ? ഏത് മീൻ വേണമെങ്കിലും ഞാൻ ഒപ്പിച്ചു തരും. ഇന്നെങ്കിലും എന്നോട് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് പറഞ്ഞൂടെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. പറയൂ മീൻ. മീൻ മീൻ. ഇക്ക, നമുക്കും വേണ്ടേ സ്വന്തമായി ഒരു വീടൊക്കെ? എടുക്കണം പാത്തൂസേ, പാത്തൂസേ, പാത്തൂസേ. ഇതെന്താ വീടിന്റെ പേര് പാത്തൂസ് എന്ന്? നിനക്ക് വെച്ച വീടല്ലേ,
അപ്പൊ നിന്റെ പേരല്ലേ കൊടുക്കണ്ടേ? ഡീ പാത്തൂസേ, നിനക്കിപ്പോഴും പിള്ളേരായില്ലടി? ഇല്ല ചേച്ചി. അയ്യോ പാവം, നിന്റെ പ്രായത്തിൽ എനിക്ക് പിള്ളേര് 30. എനിക്ക് പിള്ളേര് 30. നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ. നമുക്ക് സമയമാകുമ്പോ മക്കള് വരും. ഇനി വന്നില്ലേ നമുക്ക് നമ്മൾ മാത്രം മതി. ആർക്കാ ഇത്ര വലിയ മീനൊക്കെ? എനിക്കിത് മുഴുവനും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിനിത് നിനക്കല്ലല്ലോ, എന്റെ പിള്ളേർക്കല്ലേ. നമുക്ക് ഈ വീട് മാറേണ്ടി വരും. അതെന്താ? പിള്ളേരും കൂടെ വന്നാൽ ഇതിനുള്ളിൽ സ്ഥലം ഉണ്ടാവില്ല. പ്രസവം കഴിഞ്ഞിട്ടോ 4 പിള്ളേരുണ്ട്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. നന്ദിയുണ്ട് സിസ്റ്ററെ. പാത്തൂസേ, നല്ല ഏതേലും മീൻ കിട്ടിയാൽ പെട്ടെന്ന് വരാം. നീ എന്താടാ അവരെ കൂടെ പോവാത്തെ? എനിക്ക് ഉമ്മാന്റെ കൂടെ നിന്നാ മതി. പിള്ളേര് റോഡ് കടക്കുമ്പോ ഏതോ ഒരുത്തൻ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ചതാ. കെട്ടിയോ മാത്രം ഭാഗ്യം കൊണ്ട് ജീവനോടെയുണ്ട്. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ഇപ്പം ജീവനോടെയുള്ളത്. അപകടത്തിൽ തലയ്ക്ക് പറ്റിയ ഒരു പരിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയാണ് ബാധിച്ചത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും. അതുകൊണ്ട് ഇനി മുതൽ അദ്ദേഹത്തെ വല്ലാണ്ട് പുറത്തേക്ക് വിടണ്ട. എലിയെ ഓടിച്ചിട്ട് പിടിച്ച് വാല് പിടിച്ച് കറക്കി എറിഞ്ഞ് കൊല്ലുന്ന സാർ. ഇങ്ങനെ ചെറിയ പിള്ളേരെ പോലെ കരഞ്ഞാലോ? ഒരു മീനിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു. ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കളയും? അത് നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കൊണ്ടു കളയാം. ഈ കുന്ത്രാണ്ടം നമ്മൾ എന്ത് ചെയ്യും? ഡോ, താൻ വല്ലതും കഴിച്ചോ? ഇല്ല സാറേ. അയ്യോ പാവം. രമേശൻ ഇന്നലെ തന്നതാ തിന്നാൻ. ഞം ഞം ഞം. ഡോ, ഇത് അവന് കൊടുത്തേക്ക്. അവനിരുന്ന് തിന്നോട്ടെ. സാറേ, അവൻ ചത്തുപോവില്ലേ? ശരിയാണ്. ഇത് ഞാൻ എന്റെ രമേശ് മാമന് വേണ്ടി അവസാനമായി ചെയ്യുന്ന ഒരു പുണ്യകർമ്മം മാത്രം. ഡോ, ഒന്നും ബാക്കി വെക്കരുത്. മൊത്തം ഇരുന്ന് കഴിച്ചോണം. സാർ, ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇടം വലം നോക്കാതെ തിന്നു തീർത്തിരിക്കും. സാറേ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? പാത്തൂസിന്റെ മോനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന കണ്ണാപ്പികളൊക്കെ എവിടെ പോയടോ? ഏതേലും ഒരു എലി മുന്നിലൂടെ പോയിട്ടുണ്ടാവും സാറേ. അവന്മാർ അതിനു വേണ്ടി തല്ലുകൂടിയിട്ടുണ്ടാവും. സാറേ, കണ്ടിട്ട് നല്ല പൊരിഞ്ഞ അടി നടന്ന ലക്ഷണമുണ്ട്. ദേ, ഒരുത്തന്റെ കോണകമൊക്കെ കീറിക്കിടക്കുന്നു. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എല്ലാത്തിനും ഒരു ചാക്കി കെട്ടി വല്ല കാട്ടിലും കൊണ്ട് കളഞ്ഞാലോ? ചാക്കിലാക്കാൻ ഞങ്ങൾ സഹായിക്കണോ? മരം കൊത്തിയെ പോലെ മുടിയും വളർത്തി ഞങ്ങളോട് വന്ന് ഡയലോഗ് അടിക്കുന്നോ? വഴിന്ന് മാറടാ പട്ടി. ഇവന്മാരെ പിടിച്ച് ലോക്കപ്പിലിട്ട് എല്ലാത്തിന്റെയും കൂം പിടിച്ച് വാട്ടിയാലോ സാറേ? സാറേ, സാറേ, അവന്മാരോട് നാളെ മുടിയും വെട്ടി നടന്നാ മതി എന്ന് പറ. ഞാൻ പാത്തുവിന്റെ വീട്ടിലുണ്ടാവും. മാറി. മറക്കാൻ പറ്റാത്ത നല്ലൊരു 8ന്റെ പണിയാണല്ലോ തന്നിരിക്കുന്നേ. വെൽക്കം ചെയ്തേക്കാം. ബാബുമോനെ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? പരമസുഖം. അപ്പൊ എങ്ങനാ, മുടി ഇപ്പൊ വെട്ടണോ അതോ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞിട്ട് വെട്ടിയാ മതിയോ? അതൊക്കെ ബാബുമോന്റെ ഇഷ്ടം പോലെ. വെട്ടുമ്പോ നല്ല വൃത്തി വെട്ടണം കേട്ടോ. ഇക്ക, പാത്തൂസേ, തിന്നാൻ എന്തേലും കിട്ടിയോ? ഇല്ല ഇക്ക, ഞാൻ മോനെ തെരഞ്ഞു പോയതാ. നമ്മുടെ മോനെ കാണാനില്ല. നിന്റെ കൂടെയല്ലേ അപ്പൊ അവൻ പോയേ? അല്ല ഇക്ക, ഇക്കയുടെ കൂടെ ഉണ്ടായിരുന്നേ. ഞാൻ വന്നു നോക്കിയപ്പോ അവനെ കാണാനില്ല. അവനെ തെരഞ്ഞു നടക്കായിരുന്നു ഇതുവരെ. അയ്യോ, എന്റെ മോനപ്പൊ എവിടേക്ക് പോയി? അവനെ കിട്ടിയോ? ഇല്ല ബാബുമോനെ, അവനിവിടെ എവിടെയോ ഉണ്ട്. അവന്റെ വാലെന്റെ വായി കുടുങ്ങിയതായിരുന്നു. ജസ്റ്റ് മിസ്സായി പോയി. ഇല്ല, അവനെ കടിച്ചു കീറിയേനെ ഞാൻ. ഒരു കാര്യം ചെയ്യാം,
3 പേർക്ക് 3 വഴിക്ക് തരയാ. കിട്ടിയാ ബാക്കി വെക്കണ്ട. തീർത്തേക്കാ പന്നിയെ. ഈശ്വര, അപ്പൊ എന്റെ പിള്ളേർക്ക് ഇന്ന് ആഘോഷിക്കാൻ ഒരു കാരണം കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായി. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും കയറി ഒളിക്കാം. ഇക്ക ശരിക്കൊന്ന് ഓർത്തു നോക്ക്. എന്തേലും എവിടെയെങ്കിലും ഒരു ചെറിയ ഓർമ്മയുണ്ടാവും. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പാത്തൂസേ, ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന്. അയ്യോ, അപ്പൊ എന്റെ മോനെയും ഇയാളാണോ കൊണ്ടുപോയേ? ശക്തരിൽ ശക്തൻ, എതിരാളിക്ക് ഒരു പോരാളിലാർ. ഈ പേ പിടിച്ച ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈസ് ഹിയർ ഫോർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. പാത്തൂസേ, അയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? ഞാൻ കുറച്ചു മുന്നേ മൂത്രം ഒഴിച്ച വെള്ളത്തിലൂടെ അയാൾ ശലോമോഷനിൽ നടന്നു വരുന്നേ. സാറേ, ദേ കണ്ടോ, നമ്മൾ അവിടെ കണ്ട ആ കൂടോത്രം ചെയ്ത അതേ പെട്ടി ഇവിടെയും വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, എല്ലാത്തിന്റെയും പിന്നിൽ ഒരുത്തൻ തന്നെ. ഇവനെ കിട്ടിയാൽ നമുക്ക് കുട്ടിയെയും കണ്ടുപിടിക്കാം. സാറേ, കുട്ടിയെ കണ്ടുപിടിക്കാൻ ഞാനുണ്ട്. അവനെ എടുത്തവർ ആരായാലും അവനെ ഇന്ന് ഞാൻ പരലോകം കാണിക്കും. ഇവനേതാ? എന്ത് കെട്ടിയോനാ സാറേ? ഓഹോ, അപ്പൊ ഇവനാണവൻ. തിന്നും ഉറങ്ങിയും നേരം വെളുപ്പിക്കുന്നവൻ. എന്റെ പണി നോക്കാനാണോ സാർ ഇപ്പൊ ഇവിടെ വന്നേ? എന്റെ മോനെ കൊണ്ടുപോയവനെ കുറിച്ച് വല്ല വിവരമുണ്ടേ അത് പറയൂ. സി മിസ്റ്റർ, എന്നെ ഒന്നിനും കൊള്ളാത്തവനെ പോലെ കണ്ട് സംസാരിക്കരുത്. ഈ നാട്ടിലെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ തെളിയിച്ച ഒരു പോലീസാണ് ഞാൻ. സാറേ! സാറേ! കിട്ടി സാറേ! ഗുണ്ടോത്രം ചെയ്ത ആളെ കിട്ടി സാറേ! വെൽ ഡൺ മൈ ബോയ്. എനിക്കറിയാമായിരുന്നു നീ കണ്ടുപിടിക്കുമെന്ന്. നിന്നെ പോലെ ഒരു അസിസ്റ്റന്റിനെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. സാറേ, എന്റെ വായിൽ ഇപ്പൊ നല്ല ഈണത്തിൽ പാടാൻ പറ്റിയ നല്ല നല്ല തെറികൾ വരുന്നുണ്ട്. ഞാൻ പാടിത്തരട്ടെ? ഈണത്തിലാണേ ഇപ്പൊ പാടണ്ട. ഇവരൊക്കെ പോയിട്ട് തനിച്ചിരിക്കുമ്പോ പാടി തന്നാ മതി. സാറേ, അയാൾ എവിടെയാ? എവിടെ വെച്ച് കണ്ടേ? യെസ്, ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കുണ്ടോത്രം ചെയ്യുന്ന ആ തെണ്ടി എവിടെ? വേർ ഐ സീ ഹിം? അതൊരു വലിയ സ്റ്റോറിയാണ് സാറേ. ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ് എന്നൊക്കെ ചോദിച്ചാൽ, സ്റ്റോറി കേട്ടാൽ സാറ് 2 കാലിൽ എണീറ്റ് നിന്ന് തന്നെ സല്യൂട്ട് ചെയ്യും. ഞാൻ വേണേ ഇപ്പൊ തന്നെ സെല്യൂട്ട് ചെയ്യാം. നിന്ന് ചൊലക്കാതെ കഥ പറയടോ. ഞാനൊന്ന് ചാർജ് ആവട്ടെ. നാ പിടിച്ചോ. എന്റെ മുന്നിൽ ബാവുമോനും പിള്ളേരും. യുദ്ധഭൂമിയിൽ ഞാനൊരാൾ ഒറ്റക്ക് അവരെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൂപ്പർ, ഇത് ഇന്ന് കത്തും. ഇപ്പൊ തന്നെ പകുതി ചാർജായി. ബാക്കി പറ. എന്നെ കൊണ്ട് പണ്ടത്തെ കളരി എടുപ്പിക്കണ്ടെന്നുണ്ടേ എന്റെ പൊന്നു പിള്ളേര് ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കോ. പിള്ളേരെ കേട്ടില്ലേ, ഇവാൻ കളരിയാണെന്ന്. എന്നാ പിന്നെ ഇവന്റെ അയോധ്യ കലകളൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് പോയാ മതി. അത് പിന്നെ അത്രേ ഉള്ളൂ ബാബുമോനെ. അങ്ങനെ ഞാൻ ബാവുമോനെയും പിള്ളേരെയും ഒറ്റയ്ക്ക് അടിച്ചിട്ട് എന്റെ വരുതിയിലാക്കി. എന്റെ അടിമുടി തരിക്കുന്നു. ബാക്കി പറ മുത്തേ, എന്തുണ്ടായി? സാറിനറിയാലോ ഞാൻ പണ്ടേ ഓടിച്ചിട്ട് പിടിക്കുന്നവനാണെന്ന്. ഞാൻ അവന്മാരോട് എണീറ്റ് ഓടാൻ പറഞ്ഞു. എനിക്ക് ചേസ് ചെയ്ത് പിടിക്കാൻ. കുറെ ഓടിച്ചപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, മനഃപൂർവ്വം വിട്ടുകൊടുത്തു. ജീവിച്ചു പോട്ടെ പാവങ്ങൾ. ഡോ, നിന്റെ ബാബുമോനെ നുണച്ചിക്കഥ എടുത്ത് തോട്ടിക്കള. എന്നിട്ട് കാര്യം പറ, എവിടെ എന്റെ മോൻ? എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്ത് കണ്ടൊരു പഴയ വീട്ടിലേക്ക് കയറിയപ്പോ ദാ അവിടെ ഒരുത്തൻ ഇരുന്ന് പൂജ ചെയ്യും. അവന്റെ മുന്നിലെ ആ പെട്ടി കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു, നമ്മുടെ രമേശ് മാമനെ കൊന്ന തെണ്ടി ഈ തെണ്ടി തന്നെ. കഥ മതിയടോ, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. എന്റെ രമേശ് മാമനെ കൊന്നതും ഇവരുടെ കുട്ടിയെ കൊണ്ടുപോയത് എന്തിനാണെന്നും ഇന്ന് എനിക്ക് അറിയണം. ഇതെന്താടോ പഴയ ഗുണ്ടാ സങ്കേതം പോലെ? ഇത് തന്നെയാണോ വീട്? അതെ സാറേ, ആ തെണ്ടി ഇതിനുള്ളിൽ തന്നെയുണ്ട്. അടുത്ത മറവി വരുന്നതിന് മുന്നേ നമുക്ക് വന്ന കാര്യം തീർക്കണം. ശരിയാണ്,
ഇന്ന് അവൻ എന്റെ ഇടി കൊണ്ട് 4 കാലി വീട്ടിൽ പോകത്തുള്ളൂ. ബോയ്സ് ആൻഡ് ഗേൾസ്, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. പാത്തു പച്ചതത്ത ചത്തു ചത്ത പച്ചതത്ത പാത്തു, പാത്തു പച്ചതത്ത ചത്തു ചത്ത പച്ചതത്ത പാത്തു. സാറേ, ധാ! ആ കള്ളപ്പട്ടി കിടന്ന് അലറാതെടോ, അവൻ ഇറങ്ങി ഓടും. എനിക്ക് അവനെ പിന്നിലൂടെ പോയി അവന്റെ വാലി കടിക്കണം. അവന്റെ തല എനിക്ക് വേണം, വീടിന്റെ മുന്നിൽ തൂകിയിടാൻ. എനിക്കപ്പോ കാണുമ്പോ എല്ലാം ഓർമ്മ വരും. എന്റെ മോനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എന്റെ മോൻ എവിടെ പോയി? ഈ കിടന്ന് പേടിക്കാതെ, ഈ നാറിയെ കിട്ടിയില്ലേ? ഇനി അവന്റെ അണ്ണാക്കി കൈയിട്ടായാലും ഞാൻ മോനെ കണ്ടുപിടിക്കും. സാറേ, സാറ്റിന്റെ ആ നീട്ടിയുള്ള പട്ടി എന്നുള്ള വിളി ഇപ്പൊ വന്നിട്ട് നോക്കിക്കേ, സംഭവം പൊളിക്കുന്ന. ആര് പൊളിക്കും? Shut up, shut up, shut up. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി, കൂട്ടാൻ 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 കൂട്ടി, കൂട്ടം കൂടി. സാറേ, ഇവനെ എനിക്കറിയാം. ഇവൻ മീൻ മാർക്കറ്റിൽ പിഷുക്കീസ് എന്ന മീൻ കട നടത്തുന്ന കഞ്ചൂസന്റെ കാവൽപ്പട്ടിയാ. ഇവൻ എന്താടാ ചുമ്മാ ആളെ പേടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചിരിച്ചോണ്ടിരിക്കണേ? വായ അടക്കട പട്ടി! എവിടെടാ എന്റെ മോൻ? എന്റെ ഉള്ളികളെ, നിങ്ങളുടെ ചിന്താശക്തിയെയും ഓർമ്മശക്തിയെയും ഞാൻ പ്രശംസിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. സാറേ, ഞാൻ കളരി എടുക്കട്ടെ? സമയമായിട്ടില്ല. എവിടെടാ കുട്ടി? ഓപിതനാവല്ലേ, അവൻ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു ചെറിയ പരീക്ഷണം, അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം. അയ്യോ, പരീക്ഷണമോ? എന്ത് പരീക്ഷണം? നിന്റെ മറ്റേ കണ്ണും കൂടെ പൊട്ടിക്കണ്ടെന്നുണ്ടേ തിരിച്ചു താടാ കൊച്ചിനെ. സങ്കടത്തിന്റെ മേളിൽ ഇങ്ങനെ നിൽക്കരുത്. മടിയുടെ ബന്ധനങ്ങൾ അഴിച്ച് എന്റെ കൂടെ വരൂ. നമുക്കതിനെ കാണാം, വാക്കുകളിലൂടെ മനസ്സ് തോക്കാം. സാറേ, ഈ ചകിരിമോറൻ എന്ത് തേങ്ങായ പറയുന്നേ? കേട്ടിട്ട് എന്റെ വാല് ധരിക്കുന്നു. ഒരു കാര്യം മനസ്സിലായി, ഇവന് കവിത എഴുതി വട്ടായതാ. ചട്ടിയിലെ പടികരി പത്തു പച്ച തത്ത ചത്തോതിരില്ലു, ചട്ടിയിലെ പടികരി പത്തു പച്ച തത്ത ചത്തോതിരില്ലു, ആണലോനാടനായി. പിന്നോട്ട് നിൽക്കൂ, ഉണ്ടിയാൽ. നിങ്ങൾ അടുക്കും മുമ്പേ അവനെ ഞാൻ പരലോകത്തിന്റെ അതിരുകളിലേക്ക് അയക്കും. ഈ പൊടി കണ്ടോ? മൈദയല്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തം. ഇത് അവന്റെ മൂക്കിലൊന്നും തട്ടിയാൽ 5 മിനിറ്റ്, പിന്നെ അവൻ ഈ ലോഹത്തില്ല. എന്താടാ നിനക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാടാ. അവന്റെ ഇളം വാല എനിക്ക് വേണം. അത് വേർപ്പെടുത്തിയ ശേഷം ഈ ശരീരം നിന്നോട്ട് സമർപ്പിക്കും. അയ്യോ, എന്റെ മോന്റെ രോമത്തിൽ തൊട്ടാ നിന്റെ അവസാനമായിരിക്കൂടാ. ഡാ മോനെ, നിനക്ക് വല്ല ഇറച്ചിയും മീനും വേണേ വാങ്ങിത്തരാടാ. എന്തിനാടാ കൊച്ചിന്റെ വാല്? സുന്ദരമായൊരു ചോദ്യം. എല്ലാ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ എന്റെ കല്ലിൽ പോട്ടിയിരിക്കുന്നു. ഈ കഫയുടെ വേദി മീൻ മാർക്കറ്റിലാണ്. അവിടെ തിരക്കൊന്നുമില്ലായിരുന്നു. ആർക്കും വേണ്ടാത്ത മീനുകൾ മാത്രം കിടക്കുന്ന ഒരു മൂലയായിരുന്നു അത്. തൊട്ടപ്പുറത്തെ കടകളിൽ കച്ചവടം പൊടിപൊടിക്കുമ്പോൾ ഞാനും എന്റെ മുതലാളിയും വന്നുപോയ ഈച്ചകളുടെ എണ്ണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം, എന്റെ മുതലാളി ഒരു പിശുക്കൻ തന്നെയായിരുന്നു. പൈസ ലാഭിക്കാനായി ചീഞ്ഞ മീനുകൾ പോലും വിറ്റുകളയുന്ന തരത്തിലുള്ള ഒരാൾ. പക്ഷെ അതുകൊണ്ട് ആ പാവത്തിനെ ഒറ്റക്കാക്കാൻ പാടുണ്ടോ? പാടില്ലായിരുന്നു. അതാണ് എന്റെ മുതലാളിയുടെ മനസ്സിൽ വൈരാഗ്യം വളരാൻ കാരണമായത്. എല്ലാവരുടെയും കച്ചവടം നശിപ്പിക്കണം എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വേരോട്ടമിട്ടു. അങ്ങനെ മുതലാളി കൂടോത്രം എന്ന തന്ത്രലോകത്തിന്റെ സഹായം തേടി. മുതലാളി എല്ലാം തയ്യാറാക്കി എനിക്ക് ഏൽപ്പിക്കും. വിശ്വസ്തനായ ഞാൻ അവൻ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിക്കും. അങ്ങനെ ഒരാൾക്ക് പിന്നാലെ ഒരാൾ ഓരോരുത്തരുടെയും കച്ചവടം പതിയെ പതിയെ നശിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ രമേശ് മാമനെ നീയൊക്കെ കൂടിയാണല്ലേ തീർത്തേ? അരുത് കുണ്ണി, എന്റെ മുതലാളി അങ്ങനെ വിളിക്കരുത്. ഒല്ലാൻ വിധിച്ച അവനല്ലോ. ആ വിധി എഴുതിയ ഞാൻ തന്നെയല്ലേ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം തെണ്ടി.
കഥ കേട്ട് രോമാഞ്ചം തോന്നി അല്ലേ? ബാക്കി അറിയാനുള്ള നിന്റെ ആകാംക്ഷ എനിക്കറിയാം. ഭയപ്പെടേണ്ട, കഥ തുടരുന്നു. മുതലാളിയുടെ പ്ലാൻ വളരെ ലളിതമായിരുന്നു. കച്ചവടം നശിപ്പിക്കണം. പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയായിരുന്നു. എൻ്റെ മുതലാളിയെ സങ്കടപ്പെടുത്തിയവർ ഒരാളും ജീവിച്ചിരിക്കരുത് എന്നായിരുന്നു എൻ്റെ തീരുമാനം. മുതലാളിയോടുള്ള ഒരു വാലാട്ടിപ്പട്ടിയുടെ പോലെയുള്ള അന്ധവിശ്വാസവും സ്നേഹവും. അതിനായി മുതലാളി അറിയാതെ അവൻ്റെ താളിയോലകളിൽ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം അന്വേഷണങ്ങളിലേക്ക് വഴിതിരിഞ്ഞു. പിന്നെ പരീക്ഷണങ്ങളായി പലതും പരീക്ഷിച്ചു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇളം പൂച്ചയുടെ വാൽ ഉണക്കിപ്പൊടിച്ച് കൂടോത്രം ചെയ്താൽ അതിൻ്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുമെന്ന്. മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തി. അത് സത്യമാണോ എന്നറിയാൻ എനിക്ക് ആരെങ്കിലും പരീക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ആദ്യ പരീക്ഷണ വസ്തുവായി മാറിയത് പാവൻ രമേശൻ. രമേശന്റെ വീട്ടിൽ കൂടോത്രം വെച്ചതോടെ എനിക്കൊരു വിചിത്രമായ ആവേശം തോന്നി. പരീക്ഷണം വിജയിച്ചാൽ ഇനിയും പല വാലുകൾ വേണമെന്ന ചിന്ത. എന്ത് ചെയ്യണമെന്നറിയാതെ തിരിച്ചു നടക്കുമ്പോഴാണ് ഒരു പാവം കുടുംബത്തെ ഞാൻ കണ്ടത്. അവിടെ നിന്നാണ് എൻ്റെ വീക്ഷണം തുടങ്ങിയത്. കുട്ടിയുടെ അമ്മ ഏതൊക്കെ കടയിൽ കയറും, ഏതൊക്കെ മീനെടുക്കും എല്ലാം ഞാൻ കണക്കാക്കി. പിന്നെ ആ ദിവസം വന്നു. എൻ്റെ മുതലാളിയുടെ മീൻ അടിച്ചു മാറ്റി പാത്തൂസ് ഓടിപ്പോയ ദിവസം. എന്റെ മീൻ കൊണ്ടോടല്ലേ! അയ്യോ അയ്യോ ദൈവമേ! ഏച്ചിയായ എൻ്റെ മുതലാളി ആ ഒരു മീനിന്റെ പിന്നാലെ പായുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതായിരുന്നു എനിക്ക് വേണ്ട സമയം. അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും പകരമായി തരാം. എന്നോട് ക്ഷമിച്ച് എന്റെ മോനെ വിട്ടു തരണം. കുട്ടി എടുത്തോളൂ, പക്ഷെ ആ വാലെന്തിനാ? ഈ പാവം അടിയന് അത് തരാമല്ലോ. എന്താ പിള്ളേരെ ഇവിടെ ഒരു ബഹളം? ഞങ്ങളെയും കൂടെ കളിക്കാൻ കൂട്ടോ? ബാബുമോനെ, ഇവൻ നിങ്ങളുടെ ഏരിയയിലെ പിള്ളേരുടെ വാലൊക്കെ മുറിച്ചോണ്ട് പോകാൻ വന്നതാ. ദേ നിക്കുന്നു നമ്മളെ പറ്റിച്ചോടിയ ആ ചിവീടിന്റെ ശബ്ദമുള്ള പീക്കിരി കുഞ്ഞൻ. വിട്ടേക്കടാ, ഇതൊക്കെ നമ്മുടെ കൂട്ടിലെ പൂച്ചകളല്ലേ. എപ്പോഴും ഇവന്മാരെ കടിച്ചോടിച്ചു ബോറടിച്ചു. ഇന്നത്തെ നമ്മുടെ എന്റർടൈൻമെന്റ് ഈ പാവം കലാകാരന്റെ അടുത്താക്കാം. കൊച്ചിനെ തരുന്നോ അതോ ബാബുമോന്റെ കടി കൊണ്ട് ചാവണോ? അടുത്തേക്ക് വരരുതുണ്ടികളെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊറോട്ടയുടെ മൈദയല്ല. ആഹാ, മോന്റെ കയ്യിൽ ടൂൾസ് ഒക്കെ ഉണ്ടോ? എന്നാ പിന്നെ നീ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പോവണ്ട, അല്ലടാ പിള്ളേരെ? പിന്നല്ല. എല്ലാം ഇപ്പോൾ എനിക്ക് വ്യക്തമാണ്. എന്റെ അവസാനം ഈ നിലത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ഭയം എന്നെ വിട്ട് അകലുന്ന പോലെ. എന്റെ പൊന്നുണ്ണികളെ, എന്റെ അവസാനം നിങ്ങളുടെ നിരാശയിൽ പിറക്കട്ടെ. എന്റെ ഈ പ്രവൃത്തി കണ്ടു ലോകം ഒരു നിമിഷം നിന്നു അതിനെ ആസ്വദിക്കട്ടെ. അയ്യോ, കടിച്ചു കൊല്ലടാ ആ നായിട്ട മോനെ. ഇക്ക നോക്കിക്കേ, നമ്മുടെ മോനെ തിരിച്ചു കിട്ടി. കരയല്ലേ ഇക്ക? നിങ്ങൾ കരയുന്ന എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കെപ്പോഴും ആ ചിരിച്ച് സംസാരിക്കുന്ന ഇക്കയാ ഇഷ്ടം. എന്തിനാ പാത്തൂസേ
എന്തിനാ സ്വന്തം ജീവൻ പോകുമെന്ന് അറിഞ്ഞിട്ടും ഇക്ക, ഇവനെ പ്രസവിക്കാൻ പോകുമ്പോ ഉണ്ടായിരുന്ന അതേ ധൈര്യം മാത്രമേ ഞാൻ ഇപ്പോഴും കാണിച്ചുള്ളൂ. അന്ന് തിരിച്ചു വരുമോന്ന് ഉറപ്പില്ലാഞ്ഞിട്ടും ഞാൻ അന്ന് പോയത്. എനിക്കെന്തേ മക്കളെ കിട്ടാനായിരുന്നു. ഇന്നും ഞാൻ ഇറങ്ങിയത് എനിക്കെന്തേ മോനെ കിട്ടാനായിരുന്നു. എല്ലാം ഒരു ധൈര്യം തന്നെയാണ് ഇക്ക. ഇക്ക, എന്റെ ബാഗിൽ നിന്നും ആ ഫോട്ടോ ഒന്ന് എടുത്തു തരൂ. ആ ഫോട്ടോ ഇനി നിങ്ങൾ സൂക്ഷിക്കണം ഇക്ക. അപ്പൊ നിങ്ങൾ എന്നെ ഒന്നും മറന്നു പോവില്ല. മോനെടാ, ഉപ്പാനെ നോക്കണേടാ. എപ്പോഴും ഉപ്പാന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഇങ്ങോട്ടും പോകരുത്. മോന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേ ഇക്ക. നീ ഇല്ലാതെ എങ്ങനെയാ പാത്തോസേ? ഹലോ കൂട്ടുകാരെ, പാത്തൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം.